ചരിത്രപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ വഴിപാടിന് ഞായറാഴ്ച തുടക്കമാകും. ഇതിനോടകം 500 വള്ളസദ്യകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞുവെന്ന് പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV സാംബദേവൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഓഗസ്റ്റ് 30-നാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള. ഇത്തവണ 18 ഊട്ടുപുരകളാണ് ആറന്മുള വള്ളസദ്യയ്ക്കായി ക്രമീകരിച്ചിട്ടുള്ളത്. ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് 10-ഉം പുറത്ത് 8-ഉം. ഒരു ദിവസം ശരാശരി 10 മുതൽ 18 വരെ വഴിപാട് നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം 500ഓളം സദ്യകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. വഴിപാടുകാർക്ക് പുറമെ മറ്റുള്ളവർക്കും 300 രൂപയുടെ സ്പെഷ്യൽ പാസ് വഴി ആറന്മുള സദ്യയുടെ ഭാഗമാകാം. ജലമേളയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ 89 ഡിപ്പോകളിൽ നിന്നായി 500 സർവീസുകളാണ് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി KSRTC ക്രമീകരിച്ചിട്ടുള്ളത്. ഇതുൾപ്പെടെ മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KV സാംബദേവൻ പറഞ്ഞു. ഈ വർഷത്തെ ആറന്മുള വള്ളസദ്യകൾ ഭംഗിയായിട്ടും ഭക്തിനിർഭരമായി നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പള്ളിയോട സേവാ സംഘം ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്തുണയുമായി സർക്കാരും അതുപോലെ ദേവസ്വം ബോർഡും മറ്റ് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആറന്മുളയും പരിസരത്തും ശുചിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുന്നതിനും വരുന്ന ആളുകൾക്ക് ദാഹജലം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകുന്നതിനും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ 10 വള്ളസദ്യകളും ക്ഷേത്രത്തിന് പുറത്തുള്ള സദ്യാലയങ്ങളിലായിട്ട് 8 വള്ളസദ്യകളും നടത്തുന്നതിനാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ 52 കരകളിലെ പള്ളിയോടങ്ങളാണ് ഓരോ ദിവസത്തെയും വള്ളസദ്യയിൽ പങ്കെടുക്കുക. 60-ലധികം വിഭവങ്ങളാണ് ഇത്തവണയും ഉള്ളത്. ഞായറാഴ്ച ആരംഭിക്കുന്ന വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ ഉണ്ടാകും. പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ സുഗമമായി അടുക്കുന്നതിന് നദിയിലെ പുറ്റുനീക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 30-നാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള. ന്യൂസ് മലയാളം, പത്തനംതിട്ട.